ലാവിസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാരീസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതുവരെ നമ്മൾ കൊണ്ടുവരാത്ത ഒരു വെറൈറ്റി സാരിയാണ് കേട്ടോ. എന്നാലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ്. നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ, ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. വേറൊന്നല്ല, കശ്മീരി സിൽക്കാണ്. നമുക്ക് എല്ലാവർക്കും ഈ ഒരു വീക്ക് കാശ്മീരിലേക്ക് പോയാലോ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇപ്രാവശ്യം എല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് കാശ്മീർ വെറൈറ്റി ഐറ്റംസ് ആട്ടോ. കാര്യം എന്താ വെച്ചാൽ നമ്മൾ വളരെ ഇഷ്ടത്തോടു കൂടി പോയിട്ട് കുറച്ചൊരു വ്ളോഗ്സൊക്കെ ചെയ്തിട്ട് എടുക്കാമെന്നൊക്കെ വിചാരിച്ച കുറച്ച് ഐറ്റംസ് ആയിരുന്നു. കുറച്ച് ലേറ്റായിട്ടാണ് വന്ന്, എന്നാലും എല്ലാം വെറൈറ്റി പീസാണ്. ഞാനൊന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഇങ്ങനെ എക്സൈറ്റഡ് ആയിരിക്കും ഇത് എന്താണെന്ന് നോക്കാൻ വേണ്ടി. പെട്ടെന്ന് നമ്മൾ ഈ ഒരു ടൈപ്പിൽ, അതായത് ലഡാക്ക് സിൽക്കിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങളിങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊരു എംബ്രോയ്ഡറി പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഇത് എംബ്രോയ്ഡറി അല്ല, നമ്മൾ ആ ഒരു ഹാൻഡ് സ്റ്റിച്ച് പോലെ വരുന്ന എംബ്രോയ്ഡറിയുടെ സെയിം പ്രിൻ്റാണ്. കശ്മീരി ഒരു ഡിസൈൻസിനും ഒരു വെറൈറ്റിയാണ്. കാരണം അവരുടെ ഈ ഒരു മാംഗോ ഡിസൈൻസും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ ഒരു എംബ്രോയ്ഡറി ഒരു പ്രത്യേക ടൈപ്പാണ്. കാരണം നമുക്ക് ഈ കാന്ത സ്റ്റിച്ച് നമുക്ക് എവിടെ കണ്ടാലും മനസ്സിലാവും. ലക്നവി ചിക്കൻ വർക്കിലും ഒരു വെറൈറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ കശ്മീരിയുടെ വർക്കിന്, കശ്മീരി പ്രിൻറ്റിനും ഒരു വെറൈറ്റിയാണ്. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഈ ഒരു മാംഗോ ഡിസൈൻ കണ്ട, ഈ ഒരു മാംഗോ ഡിസൈനും ഒരു പ്രത്യേക ടൈപ്പ് ലീഫ് ഡിസൈൻ ആയിരിക്കും അവരുടെ എല്ലാറ്റിലും. ഈവൻ ഹെവി വീവ് ചെയ്യുന്ന സാരീസിലാണെങ്കിലും അതുപോലെ തന്നെ പ്യുവർ സിൽക്ക്, പഷ്മിന സിൽക്കിലാണെങ്കിലും ഹാൻഡ് എംബ്രോയ്ഡറിയിലൊക്കെ ഈ ഒരു ഡിസൈൻ എപ്പോഴും റിപ്പീറ്റായിട്ട് വരുന്നതാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്, വളരെ സോഫ്റ്റാണ്. ഇതാണ് സാരി വന്നിരിക്കുന്നത്. 8 കളർ ചേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഒരു ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മളുടെ പ്രിൻറ്റഡ് സിൽക്കിൻ്റെ അതേ ലുക്കാണ്. ജസ്റ്റ് 1850 റേഞ്ചിലാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതൊരു വളരെ റെയറാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു 2000 എബോവ് ഒക്കെ ആയിട്ട് വിറ്റാൽ നിങ്ങളെല്ലാവരും ആ ഒരു പ്രിൻറ്റിൻ്റെ ഇഷ്ടം കൊണ്ട്, പിന്നെ ആ ഒരു ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് പർച്ചേസ് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സിന് എന്താ പറയുക, വെറൈറ്റി ഐറ്റംസ് അഫോർഡബിൾ റേറ്റിൽ എത്തിക്കുക എന്നതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം. അതുകൊണ്ട് അത് നമ്മുടെ ഒരു താല്പര്യം. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിൽ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുമ്പോൾ നിങ്ങൾക്കും സന്തോഷമാണ്. നിങ്ങളെല്ലാവരും പർച്ചേസ് ചെയ്ത് വെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കും അത് സന്തോഷം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു പ്രിൻ്റാണ്. ഇതാണ് ബോഡി ഫുള്ള് വന്നിരിക്കുന്ന ഈ ഒരു പ്രിൻ്റാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന, മൾട്ടി കളർ ആയതുകൊണ്ട് നമുക്ക് പ്ലെയിൻ ബ്ലാക്ക് ബ്ലൗസും മെറൂണ് അതുപോലെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബ്ലൗസെല്ലാം ഇട്ടാൽ നല്ല ഭംഗിയായിരിക്കും. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. പല്ലു പോർഷൻ ഇതിൻ്റെ വിത്ത് ബ്ലൗസാണ്. ഇത് കണ്ടോ, ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഈ സൈഡ് ബോർഡറിൽ ഒരു ആൻറ്റിക് ടൈപ്പിൽ വരുന്നൊരു ചെറിയ, നമ്മൾ ചന്തേരി സിൽക്കിലൊക്കെ വരുന്നൊരു 1/2 ഇഞ്ച് ജെറി വരുന്നുണ്ട്. വളരെ മാറ്റ് ഫിനിഷാണ്, നമുക്ക് പെട്ടെന്ന് വിസിബിളായിട്ട് തോന്നൂല. 1850 ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. ലിമിറ്റഡ് സ്റ്റോക്കാണ്. കശ്മീർ ഐറ്റംസ് എല്ലാം വളരെ ലിമിറ്റഡ് ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതുണ്ടോ, ഈ ഒരു പ്രിൻ്റാണ്. വളരെ ലൈറ്റ് വെയ്റ്റ് ആണ്. നമുക്ക് വളരെ ബോഡി ഹഗ്ഗാണ്. നമുക്ക് പെട്ടെന്ന് ഈസി ടു ഡ്രൈപ്പാണ്. ഡാർക്ക് വാടാമല്ലിയിൽ വരുന്ന കളറാണ്. ബോഡി, പല്ലു പോർഷൻ, ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസാണ്. പ്ലെയിൻ വേണമെന്നുള്ളവർക്ക് പ്ലെയിൻ ബ്ലൗസ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് നെക്സ്റ്റ് ഡിസൈൻ നെക്സ്റ്റ് കളർ ഇതാണ് വന്നിരിക്കുന്നത്. അടുത്തത് ഇതാണ്. കണ്ടോ, നല്ല അടിപൊളി കളേഴ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബേസിക് കളർ എന്ന് പറഞ്ഞാൽ ഈ ബോർഡർ കളറിൽ നോക്കിയാലേ നമുക്ക് മനസ്സിലാവും. പ്രിൻ്റ് എല്ലാം സെയിം ആണ്, പക്ഷേ അതിൽ വരുന്ന കോമ്പിനേഷൻ ഡിഫറെൻ്റ് ആണ്. ബോഡി ഫുൾ വന്നിരിക്കുന്ന ഈ ഒരു പ്രിൻറ്റും, ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതുണ്ടോ, ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഏകദേശം നമ്മളെ ലഡാക്ക് സിൽക്കിൻ്റെ ഒരു ചെറിയൊരു ബന്ധം ഇതിനുണ്ട്. പക്ഷേ ലഡാക്ക് സിൽക്ക് കുറച്ചും കൂടി തുണിയിൽ, ഈ ഒരു ഫാബ്രിക്സിൽ വ്യത്യാസമുണ്ട് ലഡാക്ക് സിൽക്കിൽ. അത് നമ്മൾ ലഡാക്ക് സിൽക്ക് യൂസ് ചെയ്തവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും. നല്ലൊരു അടിപൊളി ഈ പ്രിൻറ്റിൻ്റെ ഒരു വ്യത്യാസം തന്നെ. കാരണം നമ്മളെപ്പോഴും ഒരു ജോർജറ്റിലും ഷിഫോണിലൊന്നും ഇങ്ങനെ ഒരു പ്രിൻറ്റ് കണ്ടിട്ടില്ല. ഇതൊക്കെ കശ്മീരിൻ്റെ മാത്രമായിട്ടുള്ള ഒരു ട്രഡീഷണൽ പ്രിൻ്റാണ്. ട്രഡീഷണൽ ആർട്ട് വർക്ക് എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു പ്രിൻ്റാണ്. നമ്മൾ അവിടുത്തെ ഒരു കാർപ്പറ്റിലാണെങ്കിലും സ്റ്റോൾസിലാണെങ്കിലും അതിലൊക്കെ കാണുന്ന ഒരു പ്രിൻ്റാണ്. ഞാനും പെട്ടെന്ന് അവിടെ കണ്ടപ്പോൾ ഇതൊരു എംബ്രോയ്ഡറിയാണ്, വളരെ കോസ്റ്റ്ലിയാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ ഇത്ര ഒരു റേറ്റാണെന്ന് ഞാൻ വിചാരിച്ചതേ ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ഇതുവരെ ഇങ്ങനത്തെ ഒരു ടൈപ്പിൽ ഈ ഒരു ഫാബ്രിക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ഈ ഫാബ്രിക് വളരെ വളരെ സോഫ്റ്റാണ്. ശരിക്കും എന്താ പറയുക, ബോഡി ഹഗ്ഗായിട്ട് നമുക്ക് പെട്ടെന്ന് ഡ്രൈപ്പ് ചെയ്യാനും വാഷബിളാണിത്. നമുക്ക് ഷാമ്പു വാഷ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് പിങ്കാണ്. എല്ലാറ്റിനും പ്ലെയിൻ ബ്ലൗസ് ഇട്ടാലും ഈ വിത്ത് ബ്ലൗസ് ഇട്ടാലും നല്ലൊരു ഭംഗിയായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐവറിയാണ്. ഇതുണ്ടോ,
നല്ലൊരു ഐവറി ഷെയ്ഡാണ്. ശരിക്കും നമ്മളിത് വെയർ ചെയ്തിട്ട് കണ്ടാൽ ഫുൾ എംബ്രോയ്ഡറി ചെയ്ത സാരിയാന്നേ ഫീൽ ചെയ്യും. നമുക്കൊരു വിസിബിളായിട്ട് നമുക്ക് പെട്ടെന്ന് തോന്നുമ്പം ഇന്ന് വന്ന കസ്റ്റമർക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് നോക്കണമായിരുന്നു, ഇത് ഫുൾ എംബ്രോയ്ഡറി ആണോ എന്നുള്ള രീതിയിൽ ടച്ച് ചെയ്ത് നോക്കണമായിരുന്നു. 1850. ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതാണ്ടോ നമ്മളെ ഈ ടസറിലൊക്കെ വരുന്ന ഒരു വീവിങ് പാറ്റേൺ പോലത്തെ ഒരു ബ്ലൗസാണ്. ഈ സെയിം ബ്ലൗസാണ് ലഡാക്ക് സിൽക്കിലും വരുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ എന്ന് പറഞ്ഞൊരു മസ്റ്റർഡ് യെല്ലോ ആണ്. ഇതുണ്ടോ മസ്റ്റർഡ് യെല്ലോയിൽ ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഓറഞ്ചാണ് സൈഡ് ബോർഡർ വർക്കും ഇതിൻ്റെ പ്രിൻറ്റും വന്നിരിക്കുന്നത് ഓറഞ്ച് ഫ്ലോറൽ ഡിസൈനാണ്. ഇതുണ്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഓറഞ്ചാണ്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. മൊത്തം നല്ല നമ്മളിത് വെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. നോർമൽ കാണുന്ന ഒരു സാരിയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന സാരിയാണ്. എല്ലാ പീസസും അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. അതുപോലെ തന്നെ കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് കണ്ണൂർ നേരിട്ട് നമ്മളെ ഷോറൂമിൽ നേരിട്ട് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഷോറൂമിൽ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. ഇങ്ങനത്തെ സാരീസൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിലായിട്ട് പർച്ചേസ് ചെയ്യുന്നില്ല, കണ്ണൂർ നിയറസ്റ്റ് ആണ്, ഷോറൂമിൽ വരുവാണെങ്കിൽ മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതാണ്. ഇതിൻ്റെ ഡാർക്ക് ഓറഞ്ചാണ് വരുന്നത്. ഇതുണ്ടോ ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനാണ്. ഇതാണ് ബോഡി ഡിസൈൻ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ടീച്ചേഴ്സിനും ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ നല്ല കംഫർട്ടാണ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റെയിനി സീസണിൽ. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിത് അധികം ചൂടെടുക്കില്ല. ഇതിൽ പോളിസ്റ്റർ മിക്സ് വരാത്ത ഫാബ്രിക്സാണ്. അത് പ്രത്യേകം കാരണം ചില ഇതിൽ നമ്മൾ എടുത്ത് പറയുന്നുണ്ട് പോളിസ്റ്റർ വരുന്നത്. ഇതിലൊന്നും പോളിസ്റ്റർ വരാത്ത ഒരു ഫാബ്രിക്കാണ്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. നല്ലൊരു ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് ഇതിൻ്റെ കൂടെ വെയർ ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഈ ബോർഡറിൽ വരുന്ന പ്ലെയിൻ കാഞ്ചി സിൽക്കിലോ എന്തെങ്കിലുമൊക്കെ വരുന്ന ബ്ലൗസ് ഇടുവാണെങ്കിൽ അതിലും ഭംഗിയുണ്ടാവും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് കിങ് ഫിഷർ ബ്ലൂ ആണ്. ഇതുണ്ടോ നല്ല അടിപൊളി, എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് മെച്ചാണ്. സാരി മാത്രം യൂസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ എന്താ പറയുക ഈസി ടു ഡ്രേപ്പിൽ വരുന്ന സാരിയാണ്. പല്ലു പോർഷൻ ബോഡി വന്നിരിക്കുന്ന ഈ ഒരു ഡിസൈനാണ്. ഇതുണ്ടോ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത്. എല്ലാ പീസസും അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. അതുപോലെ തന്നെ നമ്മളുടെ ഒത്തിരി കളക്ഷൻസ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യണമെന്നുള്ളവർക്ക് വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. www.lavisdesigns.com പോകുകയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് നമ്മൾ വെബ്സൈറ്റിലും അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം പുതിയ കളക്ഷനായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.